ലീഗൽ ഫോക്കസിൽ ഈ ആഴ്ച കൈകാര്യം ചെയ്യുന്ന വിഷയം വിൽഫ്രഡിൻ്റെ തന്നെ. വിൽഫ്രഡ് ഇങ്ങനെ തൻ്റെ പരാതി നോർക്കയിലും കോൺസുലേറ്റിലും മറ്റും അയച്ചപ്പോൾ അത് എത്രത്തോളം വസ്തുതാപരമായിട്ടുണ്ട് എന്ന നിലയിലെക്കുറിച്ചുള്ള വിശകലനമാണ് അടുത്തത്. വിൽഫ്രഡിന് മാത്രമല്ല, ഇത്തരം ഏറെ പരാതികൾ ഗൾഫിൽ നിന്നും ഉയർന്നു വരാറുണ്ട്. അതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ മറ്റ് പരിണാമം എന്താണ്, കേരളത്തിൽ അത് എത്രത്തോളം പ്രസക്തമാണ് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ വിശകലനം അനിവാര്യമാണ്. വിൽഫ്രഡിൻ്റെ പരാതിക്ക് എത്രത്തോളം നിയമ സാധുതയുണ്ട്, നിയമത്തിന് മുന്നിൽ ഇതിന് എത്രത്തോളം പ്രസക്തിയുണ്ട്, പ്രവാസി മലയാളികൾ നാട്ടിൽ കരുവാക്കപ്പെടുന്നുണ്ടോ, വിൽഫ്രഡിൻ്റെ പരാതി അടിസ്ഥാനമാക്കിയുള്ള നിയമ വിദഗ്ധരുടെ വിശകലനങ്ങൾ. വിൽഫ്രഡ് പോലീസിലും പരാതി കൊടുത്തതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പരാതി പോലീസോ അല്ലെങ്കിൽ മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ അവരൊരിക്കലും ആ പരാതി അതിൻ്റെ പുറത്തൊരു ആക്ഷൻ എടുക്കാതെയോ അല്ലെങ്കിൽ അന്വേഷണം നടത്താതെയോ തള്ളിക്കളയും എന്ന് കരുതാനാവില്ല. അപ്പോൾ പോലീസ് ഈ പരാതി അടിസ്ഥാനരഹിതമായ പരാതിയാണ് എന്ന കാരണം പറഞ്ഞാണ് റിജക്റ്റ് ചെയ്തത് എന്ന് വിൽഫ്രഡ് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വിൽഫ്രഡിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യം, വിൽഫ്രഡ് UAE-യിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്വത്ത് മറ്റാരോ ഒപ്പിട്ടിട്ട് IREക്ക് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ ഇതെങ്ങനെ സാധ്യമായി? ഇത് സാധ്യമാകണമെങ്കിൽ അറ്റസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പവർ ഓഫ് അറ്റോർണി ഇവിടെ നിന്ന് വിൽഫ്രഡ് നാട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവണം. അത് വിൽഫ്രഡ് സമ്മതിക്കുന്നുമില്ല. അപ്പോൾ പവർ ഓഫ് അറ്റോർണി ആധാരം നടത്തി ഇത് ഒരു ഇഷ്യൂ ആകുന്നു എന്ന് കണ്ടപ്പോഴാണ് IREയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പവർ ഓഫ് അറ്റോർണിയുടെ ഫോർമാറ്റ് UAE-യിലേക്ക് അയച്ചു കൊടുക്കുകയും വിൽഫ്രഡ് അത് ഇന്ത്യൻ എംബസിയിൽ പോയി അറ്റസ്റ്റ് ചെയ്ത് തിരിച്ചയച്ചു കൊടുക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ വിൽഫ്രഡ് പലരിൽ നിന്നും നിയമോപദേശം തേടിയതനുസരിച്ച് ആ പവർ ഓഫ് അറ്റോർണി ഒപ്പിട്ട് കൊടുക്കാനോ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കാനോ തയ്യാറായിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പവർ ഓഫ് അറ്റോർണി അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കാത്രത്തോളം കാലം ഇങ്ങനെ ഒരു ആധാരം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഫോർജറി തന്നെയാണ്, അതൊരു ക്രിമിനൽ ഒഫൻസാണ്. അപ്പോൾ അതെന്തുകൊണ്ട് പോലീസ് അടിസ്ഥാനരഹിതമായ കേസായിട്ട് എഴുതി കളഞ്ഞു എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ, വിൽഫ്രഡ് പറയുന്ന കാര്യം വ്യക്തമായ തരത്തിൽ തെളിവുകളുള്ള കാര്യമാണ്. കാരണം ഈ രാജ്യത്താണ് അന്ന് അദ്ദേഹം ഇവിടെ ഉള്ളത് എന്ന് കാണിക്കാൻ എമിഗ്രേഷനിൽ നിന്ന് അദ്ദേഹത്തിന് അവിടുന്ന് ഇങ്ങോട്ട് വന്ന ദിവസവും ഇവിടുന്ന് അവിടെ ചെന്ന ദിവസവും അതിൻ്റെയൊക്കെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും. മാത്രമല്ല പാസ്പോർട്ടിൽ സീല് പതിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ന് മുതൽ എന്ന് വരെ ഈ രാജ്യത്തുണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് യാതൊരു വിധമായ ബുദ്ധിമുട്ടും ഇല്ല. അപ്പം ആ ആൾ സ്ഥലത്തില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ, പവർ ഓഫ് അറ്റോർണി ഇല്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെ ആധാരത്തിൽ അദ്ദേഹം തന്നെ ഒപ്പിട്ടു? അപ്പം വിൽഫ്രഡ് പറയുന്ന രണ്ടാമത്തെ വാദം, ആ ഒപ്പ് തൻ്റെ ഒപ്പല്ല, തൻ്റെ ഒപ്പുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്, ഇത് തൻ്റെ സ്വന്തം ബന്ധുക്കൾ ആരോ തന്നെ കൃത്രിമമായി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് IREക്ക് ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് IRE തൻ്റെ മകൾക്ക് ജോലി കൊടുക്കാമെന്നും അതുപോലെ അമ്മയുടെ പേരിലുള്ള പ്രോപ്പർട്ടി കൊടുക്കാമെന്നുമൊക്കെ സമ്മതിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് വിൽഫ്രഡ് പറയുന്നത്. അതിപ്പോൾ എന്തൊക്കെ അദ്ദേഹത്തിന് ഇതിന് പകരമായിട്ട് കിട്ടിയെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനൽ ഒഫൻസാണ്. അതേപ്പറ്റി ആധികാരികമായി അന്വേഷിക്കുന്നതിന് അദ്ദേഹത്തിന് അവകാശമുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ട്രാൻസാക്ഷനെ പറ്റി ഇതുവരെയും അദ്ദേഹം നിയമപരമായി ചോദ്യം ചെയ്തു എന്ന് പറയുന്നെങ്കിൽ പോലും അതെന്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്തില്ല? അടിസ്ഥാനരഹിതമായ കംപ്ലൈൻ്റ് ആണ് എന്ന് പോലീസ് ഒരു കംപ്ലൈൻറ്റ് എഴുതി തള്ളുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ മേളിൽ എത്രയോ അവസരങ്ങളും എത്രയോ ഫോറങ്ങളുമുണ്ട്. അവിടെ എങ്ങും അദ്ദേഹം ആ വിഷയം അവതരിപ്പിച്ചിട്ടില്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വ്യക്തമായി മറുഭാഗത്തിൻ്റെ കൂടെ കാര്യങ്ങൾ കേട്ടതിന് ശേഷവും രേഖകൾ പരിശോധിച്ചതിന് ശേഷവും മാത്രമേ ഇതിൽ ആധികാരികമായ ഒരു അഭിപ്രായം പറയാൻ സാധ്യമാവുകയുള്ളൂ. എന്നാൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അടിസ്ഥാനരഹിതമായ പെറ്റീഷനാണെന്ന് പറഞ്ഞ് തള്ളിയ ആ പെറ്റീഷൻ്റെ ഓർഡറിൻ്റെ കോപ്പി വിവരാവകാശ നിയമപ്രകാരം അദ്ദേഹത്തിന് എടുക്കാൻ സാധിക്കും. അങ്ങനെ വിവരാവകാശ നിയമപ്രകാരം അതെടുത്തതിന് ശേഷം ആ വസ്തുത തെറ്റായ രീതിയിലാണെങ്കിൽ അദ്ദേഹത്തിന് ഇതേപ്പറ്റി ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിന് ആവശ്യമായ തരത്തിൽ ഹൈക്കോടതിയിൽ സമീപിച്ചാലും ഓർഡർ സമ്പാദിക്കാൻ കഴിയും.